പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വിജയം. 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. അതേസമയം രാഹുൽ വിജയിച്ചതോടെ മതഭീകരവാദ സംഘടനയായ SDPI ആഹ്ലാദ പ്രകടനവുമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യ 2 റൗണ്ടിൽ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ് മുന്നിട്ട് നിന്നത്. 1500 കടന്നു കൃഷ്ണകുമാറിന്റെ ലീഡ്. എന്നാൽ 3-ാം റൗണ്ടിൽ രാഹുലിന് ചെറിയ ലീഡ് ലഭിച്ചു. പിന്നീട് 4-ാം റൗണ്ടിലും രാഹുൽ ലീഡ് ചെയ്തെങ്കിൽ 5-ാം റൗണ്ടിൽ മൂത്താന്തറയിലെ ഉൾപ്പെടെ വോട്ടുകൾ എണ്ണിയപ്പോൾ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തിരിച്ചുവരുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നഗരസഭയിലെ UDF ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നതോടെ ലീഡ് രാഹുലിന് തന്നെ തിരികെ ലഭിച്ചു. ശേഷം വോട്ടെണ്ണൽ പിരിയായിരിയിലേക്ക് കടന്നതോടെ രാഹുൽ ലീഡ് ഉയർത്തി. മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ കൂടി വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 58,389 വോട്ടുകൾ നേടി രാഹുൽ വിജയിച്ചു. മേലിലെങ്കിലും CPM ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത്, വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അതിൻ്റെ വിജയമാണ്. അപ്പം മേലിലെങ്കിലും ഇതൊരു പാഠമായിരിക്കണം. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരീന് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നേടാനായെങ്കിലും കാര്യമായ ചലനമൊന്നും സൃഷ്ടിക്കാനായില്ല. അതിനിടെ രാഹുൽ മുന്നേറ്റം നടത്തിയപ്പോൾ തന്നെ മതഭീകരവാദ സംഘടനയായ SDPI വോട്ടെണ്ണൽ നടക്കുന്ന വിക്ടോറിയ കോളേജിലേക്ക് ആഹ്ലാദ പ്രകടനവുമായി എത്തി. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുപിടിച്ചുള്ള പ്രചാരണമാണ് വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് SDPI ആഹ്ലാദ പ്രകടനം നടത്തിയതിലൂടെ വ്യക്തമായതായി BJPയും CPMും ആരോപിച്ചു. ജനം, പാലക്കാട്.